അങ്ങനെ നേരം വെളുക്കും മണിച്ചിട്ട് മേക്കപ്പിന്റെ കാര്യം സ്റ്റാർട്ടായ ഞാൻ ഹെയറിന്റെ പ്രിപ്പിങ്ങിനല്ല ഞാൻ ഫാത്തിമാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്ന് ഓള് ഹെയർ എല്ലാം നല്ല പാങ്ങല ഡ്രൈ എല്ലാം ആക്കിയിട്ട് കുറച്ച് ബ്ലോ ഡ്രൈ എല്ലാം കൊടുത്തിട്ട് ഓള് ക്രിമ്പിങ്ങിന്റെ പരിപാടിക്ക് നിന്നിനിപ്പ അത് കഴിഞ്ഞിട്ട് ക്രിമ്പിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓളെ മേക്കപ്പ് പരിപാടി തുടങ്ങി. ഒന്നും കാണിക്കുന്നില്ല എന്തായിരുന്നെങ്കിൽ ഒന്നും കാണിക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിട്ടാ. എന്താണെങ്കിൽ ഞങ്ങൾ തലേദിവസം ഒന്ന് വന്നത്. തലേദിവസം വന്നിട്ട് അവിടെ സ്റ്റേ ആക്കിയതാണ്. സ്റ്റേ ആക്കിയിട്ട് ഞാൻ രാത്രി നേരം വണ്ണം ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്നിട്ട് കാലത്തണിച്ചിട്ട് വരുമ്പോഴേക്ക് അത്ര മടിയുണ്ടായി. ഇവർക്കെന്ന് പറഞ്ഞെങ്കിൽ നല്ല ഒരു ഹെവി മേക്കപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള മേക്കപ്പ് എല്ലാം സ്റ്റാർട്ടായിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ലാസ്റ്റ് ലുക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഒന്ന് പറയണോ. എന്തായാലും ഇവൾക്ക് പിറ്റേ ദിവസം മേക്കപ്പ് ഉണ്ടായിനാവ. അതിന്റെ വീഡിയോ ഞാൻ ബാക്കി പിന്നെ ഇട്ടുതരാം. ഓൾമോസ്റ്റ് ഉള്ള മേക്കപ്പ് കഴിയാനായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്പൊ ചെയ്യുന്നുള്ളത് കണ്ണിന്റെ അടി കൺസീൽ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിട്ടാകുമ്പോഴേക്കാണ് മേക്കപ്പിന്റെ ഒന്നൊന്നര ലുക്ക് വരുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ആഡ് ചെയ്യണം. ഇതിന്റെ ഫുൾ വീഡിയോ ഒന്നിട്ട് ഇടാനെന്തൂല്ല, ഒരു കഷ്ണം കിട്ടിട്ടാകുമ്പോൾ ഞാൻ പറക്കിയിട്ടിട്ടതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടിട്ടതാണ്. പിന്നെ ലിപ്സ്റ്റിക്കിലേക്ക് കടന്നു ഗൈസ്. എന്തായിരുന്നെങ്കിൽ പുറത്തുനിന്ന് എല്ലാവരും വെള്ളം കൂട്ടുന്നുണ്ട്. ബേന്തുറക്ക് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നെങ്കിൽ അവർക്ക് പോകാനായി. ഹോളിലാണ് മംഗലം ഉണ്ടായത്. ഹോളിലേക്ക് എത്തണമല്ലോ 9 മണിയാകുമ്പോൾ തന്നെ. അങ്ങനെ ഒരു തിരക്ക് കൂട്ടിയിട്ട് ഞാൻ ചടപടാന്നാക്കിയിട്ട് മേക്കപ്പ് എല്ലാം കഴിച്ച് കൂട്ടി. പിന്നെ ഷോൾഡർ കർമ്മമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഷോൾഡർ കർമ്മം കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കുറെ പ്രാവശ്യം ഇങ്ങനെ റീടേക്ക് എല്ലാം എടുത്തിന്. അതിൽ ബന്നിന് സഹിച്ചത്. ഓക്കെ. പിന്നെ അവിടെ നിന്നിട്ടായിട്ടാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ വെറുതെ എടുത്ത വീഡിയോ ആണ്. എന്തായിരുന്നെങ്കിലും ഓക്കെ വീഡിയോ ഒക്കെ നിൽക്കാനുള്ള ടൈം ഉണ്ടായിട്ടാ ഒരാൾ വന്നിട്ട് മുട്ടിയിട്ട് തുറപ്പിച്ചതാണ്. ആ തുറപ്പിക്കുന്ന ടൈമിൽ നമുക്ക് വീഡിയോ പക്ഷെ എടുക്കാൻ സമ്മതിക്കാലോ പുറത്തുള്ള ആൾക്കാർ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ബ്രൈഡിനെ ഒരിക്കലും നമുക്ക് ഒരു വീഡിയോ ഫോട്ടോ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സങ്കടം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും. നമ്മ ആകെ കളിക്കുന്നത് ആ വീഡിയോ ഫോട്ടോ വെച്ചിട്ടാണ്. നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് പുറത്ത് കാണിക്കണം. വീഡിയോ ഫോട്ടോ കിട്ടണ്ടേ? അതിനുള്ള താമസം നിങ്ങൾ തന്നെങ്കിൽ അതിന്റെ ഒരു ഇതുണ്ടാവും. കുറെ വേണ്ട, ഒരു 10 മിനിറ്റിനെ നിങ്ങൾ 1 മണിക്കൂർ പോലെ ആക്കിയിട്ട് ഇതാക്കാൻ പാടില്ല. ഞങ്ങളെ കൊല്ലാൻ പാടില്ല. അങ്ങനെ നമ്മളെ ബ്രൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കയ്യില് ഒരു ഇതൊക്കെ പൊടിച്ചിട്ടുണ്ട്. ബ്രൈഡ് പിന്നെ പോയതെല്ലാം നല്ലൊരു സീനിലാണ്. കാറെല്ലാം എടുത്തിട്ട് സെൽഫ് ഡ്രൈവ് ആക്കിയിട്ടല്ലാണ് പോയത്. അപ്പൊ പുറത്തേക്ക് വരുന്നുള്ള വീഡിയോ ആണ് ഞാൻ എടുക്കുന്നുള്ളത്. കാറിൽ ഡ്രൈവ് ആക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിനാന്ന് പറഞ്ഞുതരാവേ. കമന്റ് എങ്ങനെ ആക്കിയത്, ലൈക്ക് ആക്കിയത്, സബ്സ്ക്രൈബ് ആക്കിയത്, ഷെയർ ആക്കിയത് എല്ലാം ആക്കിയത് മറന്നോണ്ട. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു ടുമോറോ.